ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് തൊഴിൽ വാർത്ത എന്ന വാരികയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹൈ സ്പീഡ് GK ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ കുറേ ഫാക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഒന്നിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. കുറഞ്ഞ സമയത്തിൽ കുറേ ഫാക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ സ്പീഡ് GKയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ നിഗമനം എന്താണോ അത് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ്, വാസ്കോഡ ഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? പരീക്ഷകളിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വാസ്കോഡ ഗാമ മരണപ്പെടുന്ന വർഷം 1524. കബ്രാൾ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചി രാജാവ് ആരായിരുന്നു? കബ്രാൾ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചിയുടെ രാജാവ് ഉണ്ണിരാമക്കോയിൽ ഒന്നാമനായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് ഡച്ചുകാർ എത്തിയത്? 106 വർഷം കഴിഞ്ഞ്. കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ്? ഇംഗ്ലീഷുകാർക്ക്. അപ്പൊ 4 ചോദ്യങ്ങൾ. വാസ്കോഡ ഗാമയുടെ മരണം 1524. കബ്രാൾ കൊച്ചിയിൽ വരുന്ന സമയത്ത് അവിടെ കൊച്ചി രാജാവ് ആരായിരുന്നു? ഉണ്ണിരാമക്കോയിൽ ഒന്നാമൻ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഡച്ചുകാർ ഇവിടെ എത്തിയത്? 106 വർഷം. കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ആർക്കാണ് ലഭിച്ചത്? ഉത്തരം ഇംഗ്ലീഷുകാർക്കാണ് ലഭിച്ചത്. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. റീജന്റ്, പൂർണ്ണാധികാരങ്ങളുള്ള റാണി എന്നീ പദവികളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിത ആരാണ്? റീജന്റ്, പൂർണ്ണാധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് ഗൗരി ലക്ഷ്മി ഭായി. തിരുനാവായ യുദ്ധത്തിൽ സാമൂതിരി ജയിച്ചതോടെ വന്നേരിയിൽ നിന്ന് കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? ഉത്തരം കൊടുങ്ങല്ലൂർ. മഹോദയപുരത്തെ കൊടുങ്ങല്ലൂരിലാണ്. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. റീജന്റ്, പൂർണ്ണാധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിത ആരാണ്? ഉത്തരം ഗൗരി ലക്ഷ്മി ഭായി. തിരുനാവായ യുദ്ധത്തിൽ സാമൂതിരി ജയിച്ചതോടെ വന്നേരിയിൽ നിന്ന് കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയത്? ഉത്തരം കൊടുങ്ങല്ലൂരിലേക്ക്. അടുത്ത ചോദ്യം, ഏത് സംഘടനയിലാണ് വേദബന്ധു പ്രവർത്തിച്ചത്? ആര്യസമാജം. ഏത് സംഘടനയിലാണ് വേദബന്ധു എന്ന് വെച്ചാൽ R വെങ്കിടാചലം അയ്യരെയാണ് വേദബന്ധു എന്നറിയപ്പെടുന്നത്. അദ്ദേഹം പ്രവർത്തിച്ചത് ഏത് സംഘടനയിലാണ്? ഉത്തരം ആര്യസമാജം. ബോട്ട് യാത്രക്കിടെ ഇരുളിന്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കോൺഗ്രസ്, ഖിലാഫത്ത്, സ്വരാജ്യ പാർട്ടി എന്നും അറിയപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? സ്വരാജ് പാർട്ടി. അപ്പൊ നോക്കൂ, കോൺഗ്രസ്, ഖിലാഫത്ത്, സ്വരാജ്യ പാർട്ടി എന്നും കൂടി അറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനമാണ് സ്വരാജ് പാർട്ടി. സൈമൺ കമ്മീഷന്റെ പല ശുപാർശകളും നടപ്പിലാക്കപ്പെട്ടത് ഏത് ബ്രിട്ടീഷ് നിയമത്തിലൂടെയാണ്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. ഏത് സംഘടനയിലാണ് വേദബന്ധു പ്രവർത്തിച്ചത്? ഉത്തരം ആര്യസമാജം. ബോട്ട് യാത്രക്കിടെ ഇരുളിന്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കോൺഗ്രസ്, ഖിലാഫത്ത്, സ്വരാജ്യ പാർട്ടി എന്നും അറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനമാണ് സ്വരാജ് പാർട്ടി. സൈമൺ കമ്മീഷന്റെ പല ശുപാർശകളും നടപ്പിലാക്കപ്പെട്ടത് ഏത് ബ്രിട്ടീഷ് നിയമത്തിലൂടെയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് നടപ്പിലാക്കപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം
ഇന്ത്യയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഉത്തരം ലാഹോർ. ഗാന്ധിജി സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു. ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ നടന്നത്? ഉത്തരം 3 ഇന്ത്യയുടെ ഭരണ നിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ബൃഹത്തായ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം പൂർണ്ണമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച 1929 INCയുടെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ലാഹോർ. ഗാന്ധിജി സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്. ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യയും നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുണ്ട്? ഉത്തരം 3. ഇന്ത്യയുടെ ഭരണ നിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ബൃഹത്തായ നിയമം ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ക്ലിയർ ആകുന്നുണ്ട്. അടുത്തത്, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഉത്തരം NG രംഗ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. സർക്കാരിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും ഒരു യുദ്ധ ഉപദേശക സമിതിയെ സൃഷ്ടിക്കുമെന്നും യുദ്ധാനന്തരം സ്വന്തം ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്ത ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? ചോദ്യം, ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആണ് ലിൻ ലിത്ഗോ പ്രഭു. അപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി NG രംഗ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാല്. സർക്കാരിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും ഒരു യുദ്ധ ഉപദേശക സമിതിയെ സൃഷ്ടിക്കുമെന്നും യുദ്ധാനന്തരം സ്വന്തം ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്ത ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത് ലിൻ ലിത്ഗോ പ്രഭുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, ഏത് സമരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പേരിട്ടത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. നെപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സീഗ് യുദ്ധം നടന്ന വർഷം 1813. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ലെനിൻ. ബോക്സർ ലഹള നടന്ന വർഷം 1899 മുതൽ 1901 വരെ നടന്ന രാജ്യമാണ് ചൈന. ഏത് സമരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പേരിട്ടത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. നെപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സീഗ് യുദ്ധം നടന്ന വർഷം 1813. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം അമേരിക്കൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിൻ. ബോക്സർ ലഹള നടന്ന രാജ്യം ഏതാണ്? ഉത്തരം അത് ചൈനയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 1949 ഒക്ടോബർ 1 മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗുവേരയോടൊപ്പം യാത്ര ചെയ്തത് ആൽബർട്ടോ ഗ്രാനഡോ. മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗുവേരയ്ക്കൊപ്പം യാത്ര ചെയ്ത വ്യക്തിയാണ് ആൽബർട്ടോ ഗ്രാനഡോ. യുദ്ധവിരുദ്ധ സിനിമയായ പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം സ്റ്റാൻലി കുബ്രിക്ക്. യുദ്ധവിരുദ്ധ സിനിമയായ പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്ത വ്യക്തിയാണ് സ്റ്റാൻലി കുബ്രിക്ക്. 1-ാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയത് എന്നാണ് 1918 നവംബർ 11. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപവൽക്കരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം വുഡ്രോ വിൽസൺ ആണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 1949 ഒക്ടോബർ 1. മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗുവേരയ്ക്കൊപ്പം യാത്ര ചെയ്തത് ആരാണ്? ഉത്തരം ആൽബർട്ടോ ഗ്രാനഡോ. യുദ്ധവിരുദ്ധ സിനിമയായ പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്ക്. വർഷം 1957.
ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയതെന്നാണ് ഉത്തരം. 1918 നവംബർ 11. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപവൽക്കരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് വുഡ്രോ വിൽസൺ ആണ്. ഈ സെഗ്മെന്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഈ തരത്തിൽ മതിയോ? സ്പീഡ് കൂട്ടണോ? സ്പീഡ് കുറയ്ക്കണോ? ഇത് തൊഴിൽ വാർത്തയെ ആധാരമാക്കിയുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതിലെ കൂടുതൽ ഇന്നിപ്പോ നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടുകളും ഇതിനകത്ത് ഉൾപ്പെടാറുണ്ട്. മിസ്ലേനിയസ് ആയിട്ടുള്ള ഫാക്ടുകൾ റാൻഡം ആയിട്ടൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തണം. അതിനുശേഷമാണ് നമ്മളിത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തീരുമാനിക്കേണ്ടത്. റെഗുലറായി എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് ഒരു നാളിൽ PSC ഒരു 2015 മുതൽ നമ്മുടെ ഈ ചാനൽ നിലവിലുണ്ട്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 15-20K ആൾക്കാർ കാണുമായിരുന്നു. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ഓരോ ചാനൽ. കാരണം അത്രയും കണ്ടന്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, ഫാമിലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഏറ്റവും ബാക്കിലോട്ടായി. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ 1K ആയാൽ ആയി. അങ്ങനെയാണ് നമ്മളിപ്പോൾ 0-യിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് എന്നതാണ് അവസ്ഥ. കൺസിസ്റ്റൻസിക്ക് എത്രത്തോളം വിലയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നമ്മുടെ പഠനവും അങ്ങനെ തന്നെയാണ്. PSCയിൽ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ട് പിന്നെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 0-ലേക്ക് പോകും. എൻ്റെ അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കട്ടെ. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമന്റുകളായി രേഖപ്പെടുത്താം. ക്ലാസ്സുകളെല്ലാം ഒന്നിനൊന്ന് ഏറ്റവും നല്ല കണ്ടന്റുകൾ, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്നും മറന്നു പോകരുത്. ആമസോൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏത് നദീതടത്തിലാണ്? ഉത്തരം കോങ്കോ നദീതടത്തിലാണ്. ഈ ആമസോൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമഴക്കാടുകൾ ഉള്ളത്. പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തം, പ്രപഞ്ചം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഈറിസ് ആണ്. വായുവിന്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്രകാരമായിരിക്കും? കുറവായിരിക്കും. വായുവിന്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവായിരിക്കും. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ ആണ്. ആമസോൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന നദീതീരമാണ് കോങ്കോ. പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈറിസ്. വായുവിന്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കുറവായിരിക്കും. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മറന്നുപോകരുത്, ട്രോപ്പോസ്ഫിയർ. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ്? ഉത്തരം വികിരണമാണ്. ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞു പടലങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന തണുത്ത കാറ്റിനെ വിളിക്കുന്ന പേരാണ് കാറ്റബാറ്റിക് കാറ്റുകൾ. കാറ്റബാറ്റിക് വിൻസ് എന്ന് പറയും. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ബെർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് ബെറിക്ക് കടലിടുക്ക്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം ആണ്. ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞു പടലങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന തണുത്ത കാറ്റാണ് കാറ്റബാറ്റിക് കാറ്റുകൾ. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ബെർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് ബെറിക്ക് കടലിടുക്ക്. ബെറിക്ക് കടലിടുക്ക്. നോക്കാം നമുക്ക്. രാംഗഡ് വിഷ്ദരി ടൈഗർ സാങ്ച്വറി എവിടെയാണ്? ഉത്തരം രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഏതൊക്കെ രാജ്യങ്ങളിലാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. എലിഫന്റ ദ്വീപ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ 3 വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഗ്രേറ്റ് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ. രാംഗഡ് വിഷ്ദരി ടൈഗർ സാങ്ച്വറി എവിടെയാണ്? ഉത്തരം രാജസ്ഥാൻ.
ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യയിലും പാകിസ്ഥാനിലും. എലിഫന്റ ദ്വീപ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ആൻഡമാൻ ദ്വീപുകളുടെ 3 വിഭാഗങ്ങളാണ്: ഗ്രേറ്റ് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ. അടുത്ത ചോദ്യം, സുവർണ നദിക്കും, ശ്രദ്ധിക്കണം, സുവർണ രേഖാ നദിക്കും ചിൽക്ക തടാകത്തിനും ഇടയിലുള്ള സമതലമാണ് ഉത്കൽ സമതലം. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശിലയാണ് ബസാൾട്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയ പർവ്വത രൂപവൽക്കരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. സുവർണ രേഖ നദിക്കും ചിൽക്ക തടാകത്തിനും ഇടയിലുള്ള സമതലമാണ് ഉത്കൽ സമതലം. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശിലയാണ് ബസാൾട്ട്. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിയുടെ അടിയിലൂടെ സജീവമായി ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡും ടിബറ്റും. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡും ടിബറ്റും. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം ഏത് മലനിരകളിലാണ്? ഉത്തരം ഖാസി. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂവിഭാഗമാണ് ഇടനാടുകൾ. ഏത് ജില്ലയിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലുള്ളത്? ഉത്തരം കോട്ടയം. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡും ടിബറ്റും. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം ഏത് മലനിരകളിലാണ്? ഉത്തരം ഖാസി. കേരളത്തിന്റെ വിസ്തീർണം 38,863 റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാടുകളാണ്. ഏത് ജില്ലയിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ല്? ഉത്തരം കോട്ടയം ജില്ലയിലാണ്. പെരിയാർ ഉദ്ഭവിക്കുന്ന മലനിര ഏതാണ്? ഉത്തരം ശിവഗിരി. പെരിയാർ ഉദ്ഭവിക്കുന്ന മലനിര ശിവഗിരിയാണ്. മങ്കയം, വാഴ്വാന്തോള്, കാളക്കയം വെള്ളച്ചാട്ടങ്ങൾ ഇത് എവിടെയാണ്? ഈ 3 വെള്ളച്ചാട്ടങ്ങൾ മങ്കയം, വാഴ്വാന്തോള്, കാളക്കയം വെള്ളച്ചാട്ടങ്ങൾ ഇത് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ഏതെല്ലാം സ്ഥലങ്ങളെയാണ് കനോലി കനാൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്? കോഴിക്കോടും കൊടുങ്ങല്ലൂരും. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. ഏത് ജില്ലയിലാണ് അന്ധകാരനഴി? ഉത്തരം ആലപ്പുഴ. കോതാട് ദ്വീപിന് രൂപം നൽകുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. ശരിയായ ഉത്തരങ്ങളാണ് നമ്മളെല്ലാം വായിക്കുന്നത്. കൃത്യമായിട്ട് കേൾക്കുക. ഹൈ സ്പീഡ് GK ആണ്. സ്പീഡ് കൂട്ടണമെങ്കിൽ പറയണം. ഇത് ഹൈ സ്പീഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി സ്പീഡ് കൂട്ടണമെങ്കിലോ സ്പീഡ് കുറയ്ക്കണമെങ്കിലോ നിങ്ങൾ പറയണം. ഞാൻ 2 തവണയും 3 തവണയൊക്കെ വായിക്കുന്നുണ്ട്. മീൻകുന്ന് ബീച്ച് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂര്. ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് ഏത് ബജറ്റിലാണ്? 1950-51. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത വില്ലേജ് 2016 ഏതാണ്? ഇബ്രാഹിംപൂർ ആണ്, തെലുങ്കാന. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിഭാവനം ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമി. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് സ്കീം എക്കണോമിക് പ്രോഗ്രസ് ബൈ ഫോഴ്സ്ഡ് മാർക്സസ് എന്ന പുസ്തകം രചിച്ച ആളാണ് M. വിശ്വേശ്വരയ്യ. ശ്രദ്ധിക്കണം, മീൻകുന്ന് ബീച്ച് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂര്. ആസൂത്രണ കമ്മീഷൻ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് ഏത് ബജറ്റിലാണ്? 1950-51 ബജറ്റിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത വില്ലേജ് 2016 ഇബ്രാഹിംപൂർ ആണ്, തെലുങ്കാന. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിഭാവനം ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് സ്കീം എക്കണോമിക് പ്രോഗ്രസ് ബൈ ഫോഴ്സ്ഡ് മാർക്സസ് എന്ന പുസ്തകം രചിച്ച ആളാണ് M. വിശ്വേശ്വരയ്യ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 മുതൽ 1974 വരെ. ഗവൺമെന്റ് വിനിമയത്തിനായി മൂല്യം ഉറപ്പു നൽകുന്ന ഉപാധികൾ അറിയപ്പെടുന്ന പേരാണ് ലീഗൽ ടെൻഡർ. ഗാന്ധിയൻ എക്കണോമിക്സ് എന്ന പദം ആവിഷ്കരിച്ചത് JC കുമരപ്പ. വെൽത്ത് ഓഫ് നേഷൻസ് രചിച്ചതാരാണ്? ഉത്തരം ആദം സ്മിത്ത്. ഇന്ത്യയിൽ വ്യാവസായിക കടത്തിന്റെ അത്യുന്നത സ്ഥാപനം ആണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 മുതൽ 1974 വരെ. ഗവൺമെന്റ് വിനിമയത്തിനായി മൂല്യം ഉറപ്പു നൽകുന്ന ഉപാധികൾ അറിയപ്പെടുന്ന പേരാണ് ലീഗൽ ടെൻഡർ. ഗാന്ധിയൻ ഇക്കണോമിക്സ് എന്ന പദം ആവിഷ്കരിച്ചത് JC കുമരപ്പ. വെൽത്ത് ഓഫ് നേഷൻസ് രചിച്ചത് ആരാണ്? ആദം സ്മിത്ത്. ഇന്ത്യയിൽ വ്യാവസായ കടത്തിന്റെ അത്യുന്നത സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആരാണ്? ഉത്തരം ആർതർ ഡങ്കൻ ആണ്. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർതർ ഡങ്കൻ ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ അനുബന്ധങ്ങളുടെ എണ്ണം, അതായത് അപ്പൻഡിക്സിന്റെ എണ്ണം എത്രയാണ്? അനുബന്ധം ഇല്ല. 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥാപകൻ ആരാണ്? ഉത്തരം രാംനാഥ് ഗോയങ്ക. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആരാണ്? ആർതർ ഡങ്കൻ ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ അനുബന്ധങ്ങളുടെ എണ്ണം, അനുബന്ധങ്ങളില്ല. 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ജോർജ് ആറാമൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥാപകനാണ് രാംനാഥ് ഗോയങ്ക. അടുത്ത ചോദ്യം, 1947 ഓഗസ്റ്റ് വരെ മുസ്ലിം ലീഗിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 73. ഇന്ത്യയിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നിലവിലുള്ള ഏക സംസ്ഥാനമാണ് അസം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 356. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലാതെ രാജിവെച്ച ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ജഗദീപ് ധൻഖർ. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. 1947 ഓഗസ്റ്റ് വരെ മുസ്ലിം ലീഗിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 73. ഇന്ത്യയിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നിലവിലുള്ള ഏക സംസ്ഥാനമാണ് അസം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 356. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലാതെ രാജിവെച്ച ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാരാണ്? ഉത്തരം പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, രാജിവെച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. രാജിവെച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ജന്മദിനം ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാന്റെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എപ്പോഴാണോ എത്തുന്നത് അതുവരെ. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമ സംഹിതയാണ് കേരള ഗവൺമെന്റ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960. റവന്യൂ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനാണ് ഡെപ്യൂട്ടി ഡയറക്ടർ. രാജിവെച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാന്റെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഏതാണോ ആദ്യം. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമ സംഹിതയാണ് കേരള ഗവൺമെന്റ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960. റവന്യൂ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനാണ് ഡെപ്യൂട്ടി ഡയറക്ടർ. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം എറണാകുളം. പരിസ്ഥിതി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനുള്ള കേരളത്തിലെ നോഡൽ ഏജൻസിയുടെ പേരാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്. കിഫ്ബിയുടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ വൈസ് ചെയർപേഴ്സണാണ് ധനമന്ത്രി. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് എറണാകുളം. പരിസ്ഥിതി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനുള്ള കേരളത്തിലെ നോഡൽ ഏജൻസിയാണ്
പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ്. കിഫ്ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് ധനമന്ത്രി. അടുത്ത ചോദ്യം, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ആലുവ. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാനായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ പേരാണ് സങ്കേതം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. RNAയിൽ കാണാത്ത നൈട്രജൻ ബേസിന്റെ പേരാണ് തൈമിൻ. മാലക്കണ്ണ് ഏത് ജീവിതത്തിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം വൈറ്റമിൻ എ. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാനായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. RNAയിൽ കാണാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ. മാലക്കണ്ണ് ഏത് ജീവകത്തിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം വൈറ്റമിൻ എ. ഏത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ് അഞ്ജൈന? ഉത്തരം ഹൃദയം. പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യ നേത്രത്തിലെ ലെൻസിന്റെയും ലെൻസ് ക്യാപ്സ്യൂളിന്റെയും ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് ലെൻസിന്റെ കാഠിന്യം വർദ്ധിക്കുന്നത് കാരണം അടുത്തുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാനുള്ള കണ്ണിന്റെ കഴിവ് ക്രമേണ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി ലോക ആരോഗ്യ സംഘടന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് 3x5 ഇനിഷ്യേറ്റീവ്. 3x5 ഇനിഷ്യേറ്റീവ്. ഹൃദയത്തിലുള്ള വാൽവുകളുടെ ധർമ്മം എന്താണ്? രക്തത്തിലെ ഒഴുക്ക് ഒരു ദിശയിലേക്ക് ആക്കുക. ഹൃദയവാൽവുകളുടെ ധർമ്മം രക്തത്തിന്റെ ഒഴുക്ക് ഒരു ദിശയിലേക്ക് ആക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ഏതാണ്? ഉത്തരം പൾമിനറി സിര. ആരോഗ്യവാനായ ഒരാളുടെ മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ടാവും? ഉത്തരം 0. മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ആമാശയം. പെപ്സിൻ, ട്രിപ്സിൻ 2 എൻസൈമുകളെ ഓർത്തുവെക്കണം. പെപ്സിനും അതേപോലെ തന്നെ ട്രിപ്സിനും. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം. ബെയ്ലീസ് ബീഡ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഏത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഴവില്ലുണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം പ്രകാശ പ്രകീർണനം. ഒരാളിൽ ഉണ്ടാകുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്ന പേരാണ് ജഡത്വം. ബെയ്ലീസ് ബീഡ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഏത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സൂര്യഗ്രഹണം. മഴവില്ലുണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഒരാളിലുണ്ടാകുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചത. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം എല്ലായ്പ്പോഴും 0 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് വ്യത്യാസമുണ്ടാകും? ഉത്തരം ഇരട്ടിയാകും. ചവണ, ഫോർസെപ്സ് എന്നിവ എത്രാമത്തെ വർഗ ഉത്തോലകങ്ങളാണ്? ഉത്തരം 3ാം വർഗ ഉത്തോലകങ്ങളാണ് ചവണ, ഫോർസെപ്സ് ഇതെല്ലാം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ഉത്തരം ഘർഷണം. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വികാസം സംഭവിക്കുന്നത് പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയ്ക്കാണ്? ഖരാവസ്ഥയ്ക്കാണ്. ശ്രദ്ധിക്കണം, നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം 0 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിപ്പിച്ചാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് വ്യത്യാസമുണ്ടാകും? ഇരട്ടിയാകും. ചവണ, ഫോർസെപ്സ് ഇതെല്ലാം 3ാം വർഗ ഉത്തോലകങ്ങളാണ്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ
ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വികാസം സംഭവിക്കുന്നത് പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയ്ക്കാണ്? ഉത്തരം ഖരാവസ്ഥയ്ക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? ഉത്തരം 32. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ഏത് ആകർഷണ ബലമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്? ഉത്തരം വൈദ്യുതാകർഷണം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കായ ബാക്കലൈറ്റ് 1909 നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ലിയോ ബാക്കലൈറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ്, എന്ന വ്യക്തിയാണ്. തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. കത്തുന്ന വാതകം ഹൈഡ്രജനും ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 32. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗമാണ് ഇലക്ട്രോൺ. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ഏതുതരം ആകർഷണ ബലമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്? വൈദ്യുതാകർഷണം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കായ ബാക്കലൈറ്റ് കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോ ബാക്കലൈറ്റ്. തീ കത്താൻ സഹായിക്കുന്ന വാതകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓക്സിജൻ എന്നാണ്. എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലക സീരീസുകൾ ഏതെല്ലാം? ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ആണ്. ലാന്തനോയിഡുകൾ അറ്റോമിക് നമ്പർ 57 കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങൾ ലാന്തനോയിഡുകൾ. ആക്ടിനോയിഡുകൾ അറ്റോമിക് നമ്പർ 83 ആയ ആക്ടിനിയം കഴിഞ്ഞു വരുന്ന 14 എലമെന്റ്. 28 എലമെന്റുകളാണ് എഫ് ബ്ലോക്ക് എലമെന്റുകൾ. ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റങ്ങൾ എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഹെക്സഗണൽ ലാറ്റിസ് ഷീറ്റ് രൂപത്തിൽ. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സോഡ ലൈം ഗ്ലാസ്. ബക്കീബോൾ എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തം ഏതാണ്? ഫുള്ളറീൻ. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം. എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും. ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റങ്ങൾ എപ്രകാരമാണ് ഉള്ളത്? ഷീറ്റ് രൂപത്തിലാണ്, ഹെക്സഗണൽ ഷീറ്റ് രൂപത്തിൽ. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സോഡ ലൈം ഗ്ലാസ്. ബക്കീബോൾ എന്നറിയപ്പെടുന്ന കാർബൺ സംയുക്തമാണ് ഫുള്ളറീൻ. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ കണ്ടു, മിസലേനിയസ് ആയിട്ടാണ് കണ്ടത്. പക്ഷേ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, ഒരു പർട്ടിക്കുലർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ സിലബസ് പരിപൂർണമായി സിലബസ് ബേസ് ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യണം. അതിൻ്റെ 2ാം സ്ഥാനമാണ് നമ്മുടെ PYQ എക്സ്പ്ലനേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഹൈ സ്പീഡ് GK വരുന്നത്. ഇത് 3ഉം വേണം. ഹൈ സ്പീഡ് GK കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും PSCയിൽ നല്ലൊരു റാങ്ക് വാങ്ങാൻ പറ്റൂല. മറ്റ് 2 ഉപേക്ഷിച്ചിട്ട് പറ്റൂല. പക്ഷേ ഇത് 2ഉം കൃത്യമായി ചെയ്യുന്ന ഒരാളിന് സിലബസ് പഠിക്കുന്നുണ്ട്, PYQ പഠിക്കുന്നുണ്ട്, അതേപോലെ ഹൈ സ്പീഡ് GK പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കൂടി ബെസ്റ്റ് ആവാനും ബെറ്റർ ആവാനും പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഹൈ സ്പീഡ് GKയുടെ ഇടയിലൊക്കെ ഫാക്റ്റുകൾ കയറി വരും. അപ്പോൾ നമുക്കൊരു പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു പോകാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ സെഗ്മെൻറ്റ് തുടരും.